ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വീണ്ടും സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. പാലട പായസം. എല്ലാവർക്കും ഇഷ്ടമല്ലേ പാലട പായസം? അത് ഇഷ്ടമല്ലാത്തവരാരും ഇല്ല അല്ലേ? കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടമുള്ള ഒരു പായസമാണ് പാലട പായസം. ഇത് അമ്മയുടെ മധുര ബോളിയുടെ പുറത്തായി ഒന്ന് ഒഴിച്ച് കഴിച്ചാൽ നിങ്ങളുടെ സദ്യ ശരിക്കും ഒന്ന് കുശാലാവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ പാലട പായസം തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒപ്പം അമ്മയുടെ ബോളിയുടെ റെസിപ്പിയും കൂടെ അമ്മ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സദ്യ റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ റെസിപ്പീസ് എല്ലാം കാണാൻ കഴിയും. ഉറപ്പായും ഈ പാലട പായസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പായസം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതാനും കൂടെ മറക്കണ്ട. ഒട്ടും സമയം കളയേണ്ട, അമ്മയുടെ പാലട പായസം കുടിച്ചിട്ട് മടങ്ങി വരാം. ആദ്യം തന്നെ നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. വീട്ടിൽ തന്നെ അട അണിഞ്ഞെടുക്കുന്ന വീഡിയോ നേരത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണം. ആ അട ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടപ്രഥമൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. ആ ഒരു അട തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പാലട പായസവും തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ പാക്കറ്റിൽ വാങ്ങുന്ന അട ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. സൂരജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പാലടയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പം വെള്ള കളറിലുള്ള അടയാണ് കേട്ടോ. മട്ടാപ്പച്ചരിയുടെ പാലടയും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതാകുമ്പം കുറച്ചും കൂടി പിങ്ക് കളറിൽ നമുക്ക് പായസം കിട്ടും. ഒരു പാത്രത്തിലേക്ക് 3 ലിറ്റർ വെള്ളം ചേർത്ത് ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം വെട്ടി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 200 ഗ്രാം അടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടി വെട്ടി തിളയ്ക്കണം. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പാത്രം ഒന്ന് അടച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി അരമണിക്കൂർ ഇതുപോലെ നമുക്ക് അടച്ചത് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് ഉരുളിയിലേക്ക് 200 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് ഒരു 50 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി പഞ്ചസാര നമ്മൾ പുറകെ കുറേശ്ശെയായിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇത് ഫ്രഷ് മിൽക്കാണ്. ഒരു 3 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ പാലും വെള്ളം കൂടെ ചേർത്തപ്പം ഈ ഒരു ലെവലിലാണ് ഇത് നിൽക്കുന്നത്. ഇനി ഇത് പാലും പഞ്ചസാരയും കൂടി തിളച്ച് വെന്ത് കുറുകി, അതായത് ഒരു 1/3 ഭാഗം വറ്റി വരണം. അത് ലെവലൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പാലിലെ വെള്ളവും വറ്റണം, കൂടാതെ നമ്മൾ ചേർത്ത ആ എക്സ്ട്രാ വെള്ളവും വറ്റി വരണം. 3 ലിറ്റർ പാലുള്ളത് കൊണ്ട് ഏകദേശം 3/4 മുതൽ 1 മണിക്കൂർ വരെ സമയമെടുക്കും ഈ ഒരു പായസം ഒന്ന് റെഡിയായി കിട്ടാനായിട്ട്. ആദ്യം 1 ഗ്ലാസ് വെള്ളം ചേർത്തത് പാല് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്കിലും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിൽ തന്നെ വെക്കണം. തിളച്ച് മറിയാനായിട്ട് അനുവദിക്കേണ്ട, എന്നാൽ ഒന്ന് ചെറുതായിട്ടൊരു തിള മുകളിൽ ഉണ്ടാകണം താനും. ആ ഒരു രീതിയിൽ വേണം അത് വറ്റി വരാൻ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 100 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം അരമണിക്കൂർ കഴിഞ്ഞു. വീണ്ടും 100 ഗ്രാം പഞ്ചസാര കൂടി ചേർക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ലോ നമ്മൾ അട മാറ്റി വെച്ചിട്ട്. നമുക്ക് അടയൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പം 3-4 പ്രാവശ്യം ഇനി അത് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ പശപ്പൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ്. നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് വെന്ത് ഒരു ചെറിയ റോസ് കളറ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ കിച്ചണിൽ ഇപ്പം ലൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് കളർ അത്ര മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ചെറിയ ഒരു പിങ്ക് കളറായി തുടങ്ങിയിട്ടുണ്ട്. ആ പാലും പഞ്ചസാരയും കൂടെ വറ്റി വരുന്ന ഒരു കളറാണത്. നമ്മുടെ പാൽപ്പായസം, അമ്പലപ്പുഴ പാൽപ്പായസം തനതായ രീതിയിൽ തയ്യാറാക്കുന്ന രീതി ഞാൻ വീഡിയോ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും ഒന്ന് കണ്ടു നോക്കണം. ഇവിടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ നല്ല മട്ട റൈസിൻ്റെ പാലടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു പിങ്ക് കളർ കിട്ടും കേട്ടോ. ഈസി പീസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാലട പായസം ചെയ്യണമെങ്കിൽ പ്രഷർ കുക്കറിൽ പാല് വെച്ച് കണ്ടൻസ് ചെയ്ത് ഈ ഒരു പിങ്ക് പാലടയൊക്കെ തയ്യാറാക്കിയെടുക്കാം. എങ്കിലും ഇതിൻ്റെ സ്വാദ് അതിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയൊക്കെ ഞാൻ പുറകെ ഷെയർ ചെയ്യാം സമയമില്ലാത്തവർക്കായിട്ട്. ഇതിപ്പോൾ നന്നായി കളറ് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 100 ഗ്രാം പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ വേവിച്ച് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അട ഉരുളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അട ചേർത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ പോരാ, കാരണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇനി അടയും പഞ്ചസാരയും പാലും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. കണ്ടില്ല, ഇതിപ്പോൾ ഇതിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് കുറച്ചെങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മനസ്സിലാവുകയുള്ളൂ. കാണാമെന്ന് കരുതുന്നു. അടയൊക്കെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഒരു 50 ഗ്രാം പഞ്ചസാരയും കൂടി ഞാൻ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ 400 ഗ്രാം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം പഞ്ചസാര എന്ന് പറയുന്നത് കറക്റ്റ് ഒരു മധുരമാണ് കേട്ടോ. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അടയും എല്ലാം കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തവിയുടെ പുറത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടിച്ചേരാൻ പാടില്ല. അതാണ് പായസത്തിൻ്റെ ഒരു കറക്റ്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ഒരു ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് വിളമ്പിയെടുക്കാം. ആദ്യം തന്നെ വിളക്കത്തേക്ക് ഞാൻ കുറച്ച് പായസം ഒന്ന് വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ തനതായ രീതിയിൽ തയ്യാറാക്കുന്ന ഈ ഒരു പാലട പായസം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് സമയമെടുത്ത് ചെയ്താലും അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദുണ്ട് ഈ പായസത്തിന് കേട്ടോ. നമ്മൾ കുക്കറി ചെയ്യുന്ന പോലല്ല. നല്ല മധുരബോളിയുടെ പുറത്തായിട്ട് ഇത് ഒഴിച്ച് കഴിക്കാനും നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ മധുരബോളിയുടെ റെസിപ്പി കാണാത്തവർ നിങ്ങൾ അതും ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെ തനതായ രീതിയിൽ ഈ ഒരു പാലട പായസം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ സിൻസിയറായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അമ്മ പരിചയപ്പെടുത്തിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും വരെ നന്ദി, ഗുഡ് ബൈ.